ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്ത ദിവസമാണ്. ജുഡീഷ്യൽ നിയമനങ്ങളിൽ മോദി ഭരണകൂടം നടത്തുന്ന ഇടപെടലിലും സംഘപരിവാർ ബന്ധമുള്ളവർ ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും ജഡ്ജിമാരായി നിയമിക്കപ്പെടുന്നതിനുമെതിരെ വിമർശനമുയർത്തുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. BJPയുടെ മഹിളാ മോർച്ച ദേശീയ ജനറൽ സെക്രട്ടറി വിക്ടോറിയ ഗൗരി മദ്രാസ് ഹൈക്കോടതിയിൽ ജഡ്ജായി നിയമിതയായ സാഹചര്യമടക്കം ചൂണ്ടിക്കാണിച്ചാണ് MV ഗോവിന്ദന്റെ പ്രസംഗം. ബാബറി മസ്ജിദ് തകർത്തത് ക്രിമിനൽ കുറ്റമാണെന്ന് കണ്ടെത്തിയ സുപ്രീം കോടതി മസ്ജിദ് നിലകൊണ്ട സ്ഥലം രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് ഏൽപ്പിച്ചത് ഈ ഘട്ടത്തിൽ പ്രാധാന്യമർഹിക്കുന്ന കാര്യവുമാണ്. RSSന്റെ കോമരമായി പ്രവർത്തിക്കുന്നവരെയാണ് സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലും നിശ്ചയിക്കുന്നതെന്ന് MV ഗോവിന്ദൻ പ്രസംഗത്തിൽ പറയുന്നു. ജുഡീഷ്യറിയുടെ മഹിമ അധികകാലം നിലനിൽക്കുമോ എന്ന് സംശയമാണ്. എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തീരുമാനിക്കുന്നത് ഹിന്ദുത്വത്തിലേക്കുള്ള യാത്രയായിരിക്കും. MV ഗോവിന്ദന്റെ വിമർശനം ശരിയോ? കോടതികളിൽ RSS കോമരങ്ങളോ? റിട്ടയർഡ് ജസ്റ്റിസ് കെമാൽ പാഷ, ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ അഭിഭാഷകൻ, ഡോക്ടർ KS രാധാകൃഷ്ണൻ BJP നേതാവ് തുടങ്ങിയവരാണ് നമ്മോടൊപ്പം. ആദ്യം ജസ്റ്റിസ് കെമാൽ പാഷ, MV ഗോവിന്ദൻ്റെ ഈ നിലപാടിനോട് യോജിപ്പുണ്ടോ താങ്കൾക്ക്? ആ നിലപാടിനോട് പൂർണ്ണമായും യോജിക്കുന്നു എന്നൊരിക്കലും പറയാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെ കേരള ഹൈക്കോടതിയിൽ ഈ രീതിയിലുള്ള ഒരു അപ്പോയിൻമെൻറ്റ് നടന്നതായിട്ട് എനിക്കറിയത്തില്ല. എന്നാൽ അത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായിട്ട് അടുപ്പമുള്ള ഒരാൾ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബാക്കി ആർക്കും അങ്ങനെയുള്ള അടുപ്പമുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ജഡ്ജി ആയി കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഏത് പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന ഒരാളാണെങ്കിലും അത് ജഡ്ജി എന്നുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ആ പ്രശ്നം വരുന്നില്ല. പക്ഷേ ഇതിനകത്ത് വളരെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കൊളീജിയം സിസ്റ്റമാണ്. നമുക്കിപ്പോൾ ജഡ്ജിമാരുടെ സെലക്ഷൻ ഹൈക്കോടതി ജഡ്ജിമാരുടെ ആയാലും സുപ്രീം കോടതി ജഡ്ജിമാരുടെ ആയാലും കൊളീജിയം സിസ്റ്റമാണ് നിലവിലുള്ളത്. ആ കൊളീജിയത്തിൻ്റെ റെക്കമെൻഡേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് സെൻട്രൽ ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അത് ഒരു 2 പേരുടെ പേര് അയച്ചു കഴിഞ്ഞാൽ അതിൽ ഒരാളുടെ പേര് അപ്രൂവ് ചെയ്യും. അപ്പോൾ കൊളീജിയത്തിന് മുകളിൽ വീണ്ടും ഒരു സൂപ്പർ ബോഡിയായിട്ട് അവർ മാറുക എന്നുള്ളതാണ്. അപ്പോൾ കൊളീജിയം അത് ഒരു 2 തവണ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അപ്പോയിൻറ്റ് ചെയ്യപ്പെടണം ആ ജഡ്ജി എന്നുള്ള ഒരു നിലപാട് തന്നെ ഒരു നിലവിലുള്ള അലിഖിതമായ ഒരു നിയമമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറ്റിമറിക്കപ്പെടുകയാണ്. അതായത് കൊളീജിയം 2 തവണയല്ല 3 തവണ റെക്കമെൻഡ് ചെയ്താലും ആ ആളിനെ അപ്പോയിൻറ്റ് ചെയ്തില്ല. അങ്ങനെ വരും. അങ്ങനെ അത് ഈ ഹൈക്കോടതികളിൽ, അതായത് കേരള ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ സുപ്രീം കോടതിയിലുമൊക്കെ ഉള്ള അപ്പോയിൻമെൻറ്റിനകത്തൊക്കെ വരുന്ന ഉടനെ കേന്ദ്ര ഗവൺമെൻറ് അതിനകത്ത് കൈ കടത്തുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ജനങ്ങൾക്കുണ്ട്, ഒരുപാട് പേർക്കുണ്ട്. അത് സുപ്രീം കോടതി തന്നെ അത് വീണ്ടും പറഞ്ഞിട്ടുള്ളതുമാണ്. കാരണം ഇത് ഈ പേര് റെക്കമെൻഡ് ചെയ്ത് അങ്ങോട്ട് അയക്കുന്നു. അതിൽ നിന്ന് പിക്ക് ആൻഡ് ചൂസ്, അതായത് ഈ ഒരു 4 ജഡ്ജിമാരുടെ പേര് പാനൽ അവർ തയ്യാറാക്കി കൊളീജിയൻ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് സ്ക്രൂട്ടിന് കഴിഞ്ഞാണ് കൊളീജിയൻ റെക്കമെൻഡ് ചെയ്യുന്നത്. റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വീണ്ടും ഒരു അരിപ്പ് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഇഷ്ടമുള്ള 1 2 പേരെ അതിൽ നിന്ന് നിയമിക്കും, ബാക്കിയുള്ള ആളുകളെ നിയമിക്കത്തില്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ആളുകൾക്ക് യഥാർത്ഥത്തിൽ സംശയം ഉണ്ടാവും, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം. ദേശീയ പാർട്ടികളിൽ ഒന്നായ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ ഉന്നയിച്ചിരിക്കുന്നു. ഡോക്ടർ KS രാധാകൃഷ്ണൻ, RSSന്റെ കോമരമായി പ്രവർത്തിക്കുന്നവരെയാണ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും റിക്രൂട്ട് ചെയ്യുന്നത്. ജുഡീഷ്യറിയുടെ മഹിമ അധികകാലം നിലനിൽക്കുമോ എന്ന് സംശയമാണ്. എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തീരുമാനിക്കുന്നത് ഹിന്ദുത്വത്തിലേക്കുള്ള യാത്രയായിരിക്കും. കോടതികളിൽ RSS റിക്രൂട്ട്മെൻ്റാണ്. ഒരാൾ തുറന്നു പറയുകയാണ്, അല്ലെങ്കിൽ ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. എത്ര കണ്ട് ഗൗരവമുള്ളതാണ് അത്? ഈ ആരോപണം അദ്ദേഹം വേണ്ടത്ര ആലോചിച്ച് പറഞ്ഞതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കേരളത്തിലെ ഹൈക്കോടതിയിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ നിയമമന്ത്രി ആയിരുന്നതിന് ശേഷമാണ് VR കൃഷ്ണയ്യർ ഹൈക്കോടതി ജഡ്ജിയായിട്ട് വന്നത്. ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റിയാണെങ്കിൽ റിട്ടയർ ചെയ്ത ഉടനെ പോയിട്ട് എറണാകുളം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുകയാണ് ചെയ്തത്. മോഹൻ ആണെങ്കിൽ CPMൻ്റെ പാർട്ടി ഓഫീസിലെ ഒരു ജീവനക്കാരനെ പോലെ കഴിഞ്ഞതിന് ശേഷം ജഡ്ജായതാണ്.
ഇവരൊക്കെ വന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോശം ജഡ്ജ്മെൻറ്റ് നടത്തി എന്നൊരു അഭിപ്രായം എനിക്കില്ല. കമാൽ പാഷയ്ക്കും അതുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ജഡ്ജിമാർ നടത്തിയിരിക്കുന്ന ജഡ്ജ്മെൻറ്റിൽ തെറ്റുണ്ടാകാം, കാരണം അവർ തെറ്റുകൾക്ക് അതീതരല്ല. പിന്നെ ഇപ്പോഴീ പറയുന്ന കാര്യം, സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാരിൽ ആരൊക്കെയാണ് RSSൻ്റെ ആൾക്കാർ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായൊരു നിലപാട് തീർച്ചയായിട്ടും ഗോവിന്ദൻ മാഷ് പറയും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയാമല്ലോ. എൻ്റെ അഭിപ്രായത്തിലും എൻ്റെ അനുഭവത്തിലും DY ചന്ദ്രചൂഡ് RSSകാരനാണെന്ന് ഞാൻ കരുതുന്നില്ല. ഈ എറണാകുളത്ത് നിന്ന് പോയിട്ടുള്ള അല്ലെങ്കിൽ കേരള ഹൈക്കോടതിയിൽ നിന്ന് പോയിട്ടുള്ള CT രവികുമാർ ഇത് RSS ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവർ ജുഡീഷ്യറിയിൽ വരാൻ പാടില്ല എന്നാണെങ്കിൽ അക്കാര്യം പറയണം. അതല്ല, രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ളവർക്ക് വരാം, അവർ ഇടതുപക്ഷക്കാരായിട്ട് തന്നെ വരണം, മറ്റ് രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവർ വരാൻ പാടില്ല എന്നാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു മനോരോഗമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇനി വേറൊരു കാര്യം ഇവിടെ പറയേണ്ടത്, ഈ ജഡ്ജിമാരെ ഇന്നുള്ള മുഴുവൻ ജഡ്ജിമാരെയും നിയമിച്ചിട്ടുള്ളത് കൊളീജിയം സമ്പ്രദായമാണ്. ഇവിടെ ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞതിൽ നിന്നൊരു ചെറിയ വ്യത്യാസമുള്ളത്, ഒരു വ്യക്തിയുടെ ഇൻറ്റിഗ്രിറ്റി പരിശോധിക്കുന്നതിനുള്ളൊരു മെക്കാനിസം കൊളീജിയത്തിനില്ല. അത് വേറെ സംവിധാനത്തിലൂടെ പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്. ഒരു ജഡ്ജിയായിട്ട് നിയമിക്കപ്പെടാൻ അവരാഗ്രഹിക്കുന്ന ഒരാളുടെ പ്രൊഫഷണൽ ഡിഗ്നിറ്റിയും അയാളുടെ പ്രൊഫഷണൽ എഫിഷ്യൻസിയും ഈ ജഡ്ജിമാരുടെ മുമ്പിൽ ഹാജരായി കേസ് വാദിക്കുന്നു എന്നതുകൊണ്ട് അവർക്കറിയാം എന്നാണ് അവരുടെ വാദം. അത് കഴിഞ്ഞേക്കാം. പക്ഷെ അങ്ങനെ നിർദ്ദേശിക്കപ്പെടുന്ന ഒരാളുടെ പേഴ്സണൽ ഇൻറ്റിഗ്രിറ്റി, ആ ഇൻറ്റിഗ്രിറ്റി പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിച്ച് അതുകൂടി ഉറപ്പുവരുത്തിയാൽ മാത്രമേ നിയമിക്കാൻ കഴിയുള്ളൂ. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ നികേഷ്, കൊളീജിയം റെക്കമെൻഡ് ചെയ്യാത്ത ആരെയെങ്കിലും ഹൈക്കോടതികളിലോ സുപ്രീം കോടതികളിലോ നിയമിച്ചിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. നിയമിക്കപ്പെട്ട എല്ലാവരെയും കൊളീജിയമാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ആ കൊളീജിയം സമ്പ്രദായം അത്ര ശരിയാണ് എന്ന അഭിപ്രായക്കാരനല്ല ഞാൻ. പക്ഷേ രാജ്യത്ത് നിലവിലുള്ള നിയമം അതായതുകൊണ്ട് അത് സമ്മതിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സെബാസ്റ്റ്യൻ പോളിന് ജഡ്ജാകാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തോളം യോഗ്യത ഇല്ലാത്ത ഒരുപാട് പേര് ജഡ്ജ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ ഒരാൾ അന്നത്തെ സമ്പ്രദായം അനുസരിച്ച്, അന്ന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ തിരുത്താൻ തയ്യാറാണ്, കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രതിനിധി കൂടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൂടി പങ്കാളിത്തമുള്ളൊരു നിയമന രീതി ഉണ്ടായിരുന്നു. ആ നിയമന രീതി വെച്ച് വന്നവരെല്ലാവരും തന്നെ അവർ ആ പദവിയിലെത്തിക്കഴിഞ്ഞാൽ ഭരണഘടന അനുസൃതമായിട്ടുള്ള ജോലിയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഒന്നുമില്ലാതെ കേരളത്തിലെ ജുഡീഷ്യറിയെ സംബന്ധിച്ച് ഇത്ര ഗുരുതരമായ ഒരു ആരോപണം യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഉന്നയിക്കുന്നത് ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാവിന് യോജിച്ചതല്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഞാൻ മടങ്ങിയെത്താം. അടുത്ത ഘട്ടത്തിൽ തീർച്ചയായും അങ്ങയിലേക്ക് കൂടുതൽ ചോദ്യങ്ങളുമായി വരാം. ആദ്യം ഞാൻ ഈ റൗണ്ട് ഒന്ന് പൂർത്തിയാക്കട്ടെ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, നോക്കൂ, ഒന്ന് ഇപ്പോൾ ഡോക്ടർ KS രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നേരത്തെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്നവർ പിന്നീട് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് ജുഡീഷ്യറിയിൽ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെയും സ്തുത്യർഹമായ സേവനമാണ് അനുഷ്ഠിച്ചിട്ടുള്ളത്. പലരുടെയും പേരുകൾ അദ്ദേഹം പറഞ്ഞു, പേരുകൾ പറയാത്തവരും ഇനിയുണ്ട്. നോക്കൂ, ഇവിടെ പക്ഷെ അങ്ങനെയാണോ സംഭവിക്കുന്നത്? ഇപ്പോൾ വിക്ടോറിയ ഗൗരി എന്ന ഒരൊറ്റ വിഷയം ഉയർത്തിക്കാണിച്ചല്ല MV ഗോവിന്ദൻ മാസ്റ്റർ ഈ നിലപാട് പറയുന്നത്. ഒരു ഫൈനൽ കൺക്ലൂഷൻ ആവശ്യമുള്ള പല വിഷയങ്ങളും തെരഞ്ഞു പിടിച്ച് ജുഡീഷ്യറിയിൽ എത്തിക്കുന്നു. ഇന്ന് അതാണ് ഞാൻ ഈ ഇൻട്രോയിൽ തുടക്കത്തിൽ പറഞ്ഞത്, ബാബറി മസ്ജിദ് തകർത്ത ദിവസമാണ്. എന്താണ് ബാബറി മസ്ജിദിൻ്റെ വിധി? ബാബറി മസ്ജിദ് തകർത്തത് ക്രിമിനൽ കുറ്റമാണ്. എന്നിട്ട് സുപ്രീം കോടതി പറയുന്നത് എന്താണ്? രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് ആവശ്യമായി ആ സ്ഥലം രാമജന്മഭൂമി ന്യാസിന് വിട്ടു നൽകാൻ ആവശ്യപ്പെടുകയാണ്. നോക്കൂ, ഇവരാണ് ആ ക്ഷേത്രം തകർത്തിട്ടുള്ളത്, അവരാണ് ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രിമിനൽ കുറ്റം ചെയ്തവർക്ക് തന്നെ ഈ ഭൂമി വിട്ടുകൊടുക്കുക എന്ന ഒരുപക്ഷെ നമുക്കൊന്നും തന്നെയും യുക്തിസഹമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ സുപ്രീം കോടതിയിലൂടെ ചെയ്തു കൊടുക്കുകയാണ്. എനിക്ക് ആ വിധിന്യായത്തെ വിമർശിക്കുന്നതിന് ഒരു തടസ്സവുമില്ല ഒരു പൗരൻ എന്നുള്ള നിലയിൽ.
മറ്റു കാര്യങ്ങളിലേക്ക് വന്നാൽ, ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിനകത്ത് വന്നാൽ, വിഷയം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടും ഇതുവരെ അക്കാര്യത്തിലൊരു തീർപ്പ് കൽപ്പിക്കാൻ സുപ്രീം കോടതിക്കായിട്ടില്ല. കേസെടുക്കാൻ സുപ്രീം കോടതി വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത്. ജമ്മു കശ്മീരിൻ്റെ പ്രത്യേക അവകാശങ്ങൾ റദ്ദ് ചെയ്ത് വരുന്നു എന്ന് പറയുന്നതല്ലാതെ അതും വളരെ വൈകിപ്പിക്കുന്നു. 5 വർഷം കഴിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പല കാര്യങ്ങളിലും ലെജിസ്ലേച്ചറിലൂടെ എക്സിക്യൂട്ടീവിന് ഒരു ഫൈനൽ കൺക്ലൂഷനിലെത്താൻ സാധിക്കുന്നില്ല എന്നുള്ള ഘട്ടമെത്തുമ്പോൾ ജുഡീഷ്യറിയെ ഈ നിലയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയം ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഉന്നയിച്ചുകൂടെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? നാളെ കേശവാനന്ദ ഭാരതി വിധി പരിഷ്കരിക്കണമെന്ന് ഒരുപക്ഷെ ഒരു കേന്ദ്ര സർക്കാരിന് തോന്നുകയാണ് എങ്കിൽ, കുറച്ചുകൂടി മാൻഡേറ്റ് ഉള്ള ഒരു കേന്ദ്ര സർക്കാരിന് തോന്നുകയാണെങ്കിൽ അത് സംഭവിച്ചുകൂടായികയില്ല. അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം എന്നെക്കാൾ നന്നായി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അങ്ങേക്കറിയാം. അപ്പോൾ ഈ നിലയിലുള്ള വിമർശനം, എൻ്റെ ചോദ്യം, എം വി ഗോവിന്ദൻ്റെ ഈ നിലയിലുള്ള വിമർശനം നമുക്കാകാമോ? അല്ല, തീർച്ചയായും എം വി ഗോവിന്ദന് വ്യക്തി എന്ന നിലയിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിലും ഈ വിമർശനം ഉന്നയിക്കുന്നതിനുള്ള അവകാശമുണ്ട്. പക്ഷെ അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകൾ, രാഷ്ട്രീയ RSS കോമരങ്ങൾ തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ അതിനിടയ്ക്ക് കേട്ടു. അതിനോടൊന്നും എനിക്ക് പൂർണ്ണമായും യോജിക്കാൻ കഴിയുന്നുമില്ല. രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവർ, രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്നവർ, സജീവമായി പ്രവർത്തിച്ചിരുന്നവർ ജഡ്ജിമാരായതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ചില പേരുകളൊക്കെ, കൃഷ്ണയ്യരുടെ ഉൾപ്പെടെ ചില പേരുകളൊക്കെ ശ്രീ രാധാകൃഷ്ണൻ ഇവിടെ പറയുകയും ചെയ്തു. ഇപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞല്ലോ, കേരള ഹൈക്കോടതിയിൽ പ്രത്യക്ഷത്തിൽ തന്നെ BJP ബന്ധമുള്ള ഒരു ജഡ്ജിയുണ്ട്. നഗരേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം BJPയുടെ സജീവ പ്രവർത്തകനായിരുന്നു, അഭിഭാഷക പരിഷത്തിന്റെ നേതാവായിരുന്നു. എല്ലാം ശരി തന്നെയാണ്. പക്ഷേ ഹൈക്കോടതിയിൽ ജഡ്ജിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വൈകല്യം, ഒരു പോരായ്മ, ഒരു ന്യൂനത അദ്ദേഹത്തിന്റെ BJP പശ്ചാത്തലമുള്ളതുകൊണ്ട് ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം പുറത്തിറങ്ങി പ്രസംഗിക്കുമ്പോൾ അത്രി സംഹിതയെക്കുറിച്ചും മനു സംഹിതയെക്കുറിച്ചും ഒക്കെ പറയുമായിരിക്കാം. ആ രീതിയിൽ ഭരണഘടന മാറ്റിയെഴുതണം എന്നൊക്കെ പ്രസംഗിക്കാറുണ്ട്. അത് മറ്റൊരു വശം, മറ്റൊരു കാര്യം എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പക്ഷേ ജുഡീഷ്യറിയെ വിമർശിക്കുന്നതിനുള്ള അവകാശം നമുക്കുണ്ട് എന്ന് പറയുമ്പോൾ, വിമർശിക്കുന്നതിന് സർവ്വതാ യോഗ്യമായ സ്ഥാപനമായി ജുഡീഷ്യറി ഏറെക്കാലമായി മാറിയിട്ടുണ്ട്. ആ വിമർശനത്തിലൂടെ തന്നെയാണ് ജനാധിപത്യത്തിലെ കോടതിയായി നമ്മുടെ സുപ്രീം കോടതി വളർന്നു വന്നിട്ടുള്ളത്. ഇവിടെ പലതരത്തിലുള്ള അപകടങ്ങളും വെല്ലുവിളികളും നമ്മുടെ റിപ്പബ്ലിക്ക് നേരിടുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ കേശവാനന്ദ ഭാരതിയെക്കുറിച്ച് നികേഷ് ഇവിടെ പരാമർശിച്ചു. നമ്മുടെ ഉപരാഷ്ട്രപതി തന്നെ പരസ്യമായി കേശവാനന്ദ ഭാരതി വിധിക്കെതിരെ രംഗത്ത് വന്നിട്ട് കുറെ കാലമായി. ഒരവസരം കിട്ടിയാൽ കേശവാനന്ദ ഭാരതി ഓവർ റൂൾ ചെയ്യുന്നതിന്, അസാധുവാക്കുന്നതിനുള്ള നീക്കം ഉണ്ടാകും. അന്ന് ഇരിക്കുന്ന സുപ്രീം കോടതി, ആ ബെഞ്ച് എങ്ങനെയിരിക്കും? എം വി ഗോവിന്ദൻ പറയുന്ന രീതിയിലുള്ള ജഡ്ജിമാരാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ കേശവാനന്ദ ഭാരതി ചരിത്ര സ്മാരകമായി മാറും എന്ന കാര്യത്തിലൊന്നും സംശയമില്ല. അതിനുശേഷമുള്ള നമ്മുടെ റിപ്പബ്ലിക്കിന്റെ പോക്കെങ്ങോട്ടായിരിക്കും? അപ്പോൾ ആ രീതിയിൽ ഒരു പൊതുപ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ എം വി ഗോവിന്ദൻ ഒരു ആശങ്ക, ആ ആശങ്കയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ വന്നിരിക്കുന്നത്. പക്ഷെ ഇത് RSSനെ കൊണ്ട് നിറയ്ക്കാൻ, ജുഡീഷ്യറിയെ നിറയ്ക്കാൻ ശ്രമം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ആകെ പരിചയമുള്ള BJP ബന്ധമുള്ള ഹൈക്കോടതി ജഡ്ജി നഗരേഷ് മാത്രമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള അഭിപ്രായം ഞാൻ പറയുകയും ചെയ്തു. ഇപ്പോൾ വിക്ടോറിയ ഗൌരി, തമിഴ്നാട്ടിൽ നിന്ന് ഒരു ജഡ്ജി ഉണ്ടായി. വിചിത്രമായ അവസ്ഥയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ പോകുന്നത്. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ മുൻനിർത്തി മാത്രം കാണേണ്ട ഒന്നല്ല. നമ്മുടെ ജുഡീഷ്യറിയെ മൊത്തത്തിൽ കാണുമ്പോൾ എന്താണ് കാണപ്പെടുന്ന, ചൂണ്ടിക്കാണിക്കേണ്ടതായ വൈകല്യം, അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇവിടെ കൊളീജിയൻ സമ്പ്രദായത്തെക്കുറിച്ച് രാധാകൃഷ്ണൻ പറഞ്ഞു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കൊളീജിയൻ സമ്പ്രദായം കുറ്റമറ്റതല്ല. അവിടെ പലതരത്തിലുള്ള പഴുതുകളും ആ കാര്യത്തിലുണ്ട്. അവിടെയാണ് വളരെ ന്യായമായ രീതിയിലുള്ള ഒരു നിർദ്ദേശം വന്നത്. അത് പാർലമെന്റ് പാസാക്കിയതാണ്, ഭരണഘടന ഭേദഗതി ചെയ്തതാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ എന്നുള്ളത്. അത് സുപ്രീം കോടതി എത്ര ലാഘവത്തോടെയാണ് അസാധുവാക്കിയത്. അപ്പോൾ വീണ്ടും ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ റിപ്പബ്ലിക്കിനെ, നമ്മുടെ ജനാധിപത്യത്തെ ഒക്കെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് കൂടെ നമ്മൾ ജുഡീഷ്യറിയെ ചർച്ചാ വിഷയമാക്കണം. അങ്ങനെ ചർച്ചയ്ക്കുള്ള ഒരു അവസരമായി എം വി ഗോവിന്ദന്റെ പരാമർശത്തെ ഞാൻ കാണുകയും ചെയ്യുന്നു.
ജസ്റ്റിസ് കമാൽ പാഷ, നോക്കൂ, എം വി ഗോവിന്ദൻ്റെ ഈ പ്രസംഗം 3 വരിയോ 4 വരിയോ ആണ് നമുക്ക് ഈ ചർച്ചയ്ക്ക് ആധാരമാകുന്നത്. പക്ഷേ നോക്കൂ, നമ്മുടെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ജുഡീഷ്യറി ഒരു അവസാന തുരുത്തായി നിലകൊള്ളുന്നു. അവിടെയാണ് എം വി ഗോവിന്ദൻ പറയുന്നത് അതും അധികകാലം ഉണ്ടാകില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ കേശവാനന്ദ ഭാരതി കേസ് എടുത്താൽ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ മറികടക്കാനാകില്ല എന്നുള്ള വിധിന്യായമാണ് ഒരു തടസ്സമായി ഇപ്പോൾ പ്രധാനമായും നിൽക്കുന്നത്. അത് 15 അംഗ ബെഞ്ചിൽ എത്തിച്ച് ഭൂരിപക്ഷ വിധി നേടിയെടുത്താൽ പിന്നെ നേരത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ എങ്ങനെയായിരിക്കും റിപ്പബ്ലിക്കിൻ്റെ അവസ്ഥ? ഇതൊരു പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെയും ആശങ്കയാണ്. അങ്ങയുടെ ആശങ്കയാണോ ശ്രീ കമാൽ പാഷ? ഓക്കെ, അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് നമ്മൾ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. അദ്ദേഹം പറഞ്ഞു, അതായത് ഈ കൊളീജിയത്തിന്, അതായത് സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയോ കൊളീജിയത്തിന് ഈ ആളുകളുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളത്, അതായത് കോടതിയിലെ പെർഫോമൻസ് അല്ലാതെ അവരുടെ ഇൻറ്റഗ്രിറ്റിയോ അതൊക്കെ അതിനെക്കുറിച്ചൊന്നും തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. കാരണം കൊളീജിയത്തിൽ ഇപ്പോൾ പണ്ടാണെന്നുണ്ടെങ്കിൽ കൊളീജിയം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഇതേപോലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുത്തുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച്, അതേപോലെ IB, ഇവരുടെ എല്ലാം അവരെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ആളിനെ ശരിയായി പേരും തീരുമാനിച്ച് ആ ഇൻറ്റഗ്രിറ്റിയൊക്കെ ഉണ്ടെന്ന് കണ്ടാൽ മാത്രമേ കൊളീജിയം എടുക്കുള്ളൂ. അപ്പം കൊളീജിയം കഴിഞ്ഞല്ല പിന്നെ ഈ ഇൻറ്റഗ്രിറ്റിയൊക്കെ പരിശോധിക്കുന്നത്. അതുകൊണ്ട് ഇൻറ്റഗ്രിറ്റിയൊക്കെ പരിശോധിച്ചിട്ട് കൊളീജിയം എടുക്കുന്ന തീരുമാനത്തെ മാറ്റിമറിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ അപ്പൊ പിന്നെ കൊളീജിയം ഈ പേരുകൾ നിർദ്ദേശിച്ചാൽ പിന്നെ അതിനകത്തൊരു പൊളിറ്റിക്കൽ അരിപ്പയായി മാറുകയാണോ കേന്ദ്ര സർക്കാർ? അത് അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സംശയം വരും. കാരണം അതിന് കുറേ ആളുകൾ എടുക്കുന്നു, ബാക്കി ആളുകൾ എടുക്കുന്നില്ല. ഓൺ വാട്ട് ഗ്രൗണ്ട്? കാരണം പിന്നൊരു പ്രത്യേക ഒരു അന്വേഷണം ഒന്നുമില്ല. ആദ്യം തന്നെ മുഴുവനായിട്ടുള്ള അന്വേഷണം കഴിഞ്ഞതിന് ശേഷമാണ് കൊളീജിയം റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കൊളീജിയം റെക്കമെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു അന്വേഷണവും വരുന്നില്ല. പണ്ടങ്ങനെ ഉണ്ടായിരുന്നു, വരുമായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കൊളീജിയം എടുക്കണമെങ്കിൽ തന്നെ ആദ്യം ഇതുപോലെ ഇൻറ്റഗ്രിറ്റി എല്ലാം നന്നായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരുടെ മാത്രമേ എടുക്കുള്ളൂ. പിന്നെ അത് ബാക്കിയുള്ള കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഇല്ലേ. ഈ കൊളീജിയം സിസ്റ്റം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഞാനത് എഗൻസ്റ്റാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ പോലെ ഞാൻ എഗൻസ്റ്റാണ്. കാരണം അതിലും നല്ലൊരു സിസ്റ്റം ജഡ്ജിമാരുടെ മാത്രം ഒരു, അതാ ഞാൻ പറഞ്ഞ അതിനകത്തെ അത് നികേഷ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. പലപ്പോഴും ഞാനത് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വജനപക്ഷപാതമൊക്കെ പലപ്പോഴും കടന്നു വരാറുണ്ട്. ആളുകൾ മനുഷ്യരല്ലേ, അവർക്ക് ഇഷ്ടമുള്ള നീ എൻ്റെ മരുമോനെ നീ പറ, നിൻ്റെ മരുമോനെ ഞാൻ പറയാം. അതാണ് ഒരു നീക്കുപോക്ക്, ഗിവ് ആൻഡ് ടേക്ക് പോളിസി. പലപ്പോഴും ഇങ്ങനെയുള്ളതിനകത്തൊന്നും അത് വരാൻ പാടില്ല. അത് വളരെ കുറ്റമറ്റതായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. NJAC വന്നു, അത് അമെൻമെൻറ്റൊക്കെ, പക്ഷെ അത് സുപ്രീം കോടതി അതിന് നള്ളിഫൈ ചെയ്തതിന് ഞാൻ അതിലും കുഴപ്പം കാണുന്നില്ല. അതിൻ്റെ കാരണം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സിന് അതിനകത്ത് നല്ല ഒരു ഭാഗം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന് അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ എന്താണെന്ന്. അപ്പോയിൻമെൻറ്റിൽ, ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റ്സിൽ ഇതുപോലുള്ള ആളുകൾക്ക് കടന്നു കയറാമെങ്കിൽ, അങ്ങനെ കൊടുക്കാമെങ്കിൽ പിന്നെ അത് ഉണ്ടാകുന്ന ആ കോൺസിക്വൻസ് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അത് മാറ്റിമറിച്ചതിൽ ഞാനൊന്നും കാണുന്നില്ല. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കേശവാനന്ദ ഭാരതി കേസ് 15 അംഗ ജഡ്ജിമാരുടെ ഒരു ബെഞ്ച് രൂപീകരിച്ച് അതൊരു വേറെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം അത് അന്നിരിക്കുന്ന ജഡ്ജിമാരനുസരിച്ചിരിക്കും അവരെ എങ്ങനെയാണ് അത് ചിന്തിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. രണ്ടാം നരേന്ദ്രമോദി സർക്കാർ കുറെ കൂടി അഗ്രസീവ് ആയിരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ 2024 മൂന്നാം നരേന്ദ്രമോദി വരികയാണ് എങ്കിൽ ഒരുപക്ഷെ രാമക്ഷേത്രത്തിൻ്റെയും ജമ്മു കാശ്മീരിൻ്റെയും കാര്യത്തിൽ തീരുമാനമായ സ്ഥിതിക്ക് ഇനി ഏകീകൃത സിവിൽ കോഡും അതുപോലെ തന്നെ ഇനിയിപ്പോൾ രാജ്യത്തിൻ്റെ ഒരു ഘടന എങ്ങനെ ആയിരിക്കണം എന്നത് സംബന്ധിച്ചൊക്കെയാണ്. ഒരുപക്ഷെ ഒരു പ്രസിഡൻഷ്യൽ രീതി വന്നേക്കാം. പൗരനാകാൻ മതം ഒരു പ്രധാനപ്പെട്ട ഘടകമായേക്കാം. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ കോടതി ആവശ്യമായി വരികയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രസക്തമായ വിഷയം.
നികേഷ്, അതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഓരോ കാലങ്ങളിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അതാത് ഗവൺമെൻറ്റുകൾ അവരുടെ പോളിസി ഡിസിഷനാണ്, നമ്മളൊന്നും പറയാൻ പറ്റുന്നില്ല, നമുക്കതൊന്നും പറയാൻ പറ്റുന്നില്ല. ഈ ഇപ്പോൾ ഇവരുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം മാത്രമൊന്നുമല്ല ഈ അപ്പോയിൻമെൻറ്റിലൊക്കെ കുഴപ്പം വന്നിട്ടുള്ളത്. നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. ജസ്റ്റിസ് കന്നയൊക്കെ ഓവർലുക്ക് ചെയ്തിട്ട് ജസ്റ്റിസ് വേഗിനെ നിയമിക്കുന്ന നമ്മൾ കണ്ടതാണല്ലോ. അത് യഥാർത്ഥത്തിൽ ആരാണ്? ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റാണ് ആ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കാരണം നമുക്കറിയാമല്ലോ എന്താണെന്ന്. അപ്പോൾ ഇത് പണ്ടും ഇങ്ങനെയുള്ള കുഴപ്പങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതലായിട്ട് അങ്ങനെ വരുന്നു എന്നുള്ള ഒരു തോന്നലുണ്ട്, അത്രയേ ഉള്ളൂ. ഇനി ഇതൊക്കെ വരുമ്പോൾ ഈ പോളിസിയൊക്കെ വരുമ്പം മൃഗീയ ഭൂരിപക്ഷം വന്നു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കും. നമ്മുടെ ഭരണഘടന പോലും വേണ്ടെന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ രീതിയിലേക്കൊക്കെ പോകാം, പോയിക്കൂടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഓരോ കാലാകാലങ്ങളിലുള്ള അതായത് ഗവൺമെൻറ്റുകൾ അവരുടെ ഭൂരിപക്ഷം അനുസരിച്ച് ഇരിക്കും. അവിടെയാണ് പ്രശ്നം. ഈ ജനാധിപത്യത്തിൽ യഥാർത്ഥത്തിൽ എതിർ ശബ്ദങ്ങളെന്ന് പറയുന്നത് വരേണ്ടതാണ്. പക്ഷേ ഇവിടെ ബുദ്ധിമുട്ടെന്ന് പറയട്ടെ, കുറേ രാഷ്ട്രീയക്കാർ കുറേ പാർട്ടികൾ തമ്മിക്കിടന്ന് അടികൂടും. ഇതുമെല്ലാം കഴിഞ്ഞിട്ട് ഇലക്ഷനൊക്കെ നോക്കും. അതിൽ കുറച്ച് കെട്ടുറപ്പുള്ള പാർട്ടി അവർ കടന്നു വരും. ബാക്കിയുള്ളവരെല്ലാം ഈർക്കൽ പാർട്ടികളായിട്ട് അങ്ങോട്ട് മാറി ആളുകളൊന്നുമില്ല, എതിർ ശബ്ദങ്ങളില്ല. അതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ ഒരു 40-60 60 ഭരിക്കുന്നവർക്കും ഒരു 40എങ്കിലും അല്ലെങ്കിൽ ഒരു 45എങ്കിലും ഈ പ്രതിപക്ഷത്തും ഇല്ലെങ്കിൽ, ആ പെർസെൻറ്റേജ് ഇല്ലെങ്കിൽ എങ്ങനെ ശബ്ദം ഉണ്ടാവും? വിമർശനം എങ്ങനെ വരും? അപ്പം വിമർശനം ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാ രാജാക്കന്മാരാണ്, അവർ ചെയ്യുന്നതെല്ലാം കറക്റ്റാണ്. അവിടെ സ്തുതിപാഠകർ മാത്രമേ ഉള്ളൂ, വിമർശനം നടക്കുന്നില്ല. പിന്നെ എങ്ങനെ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ റിപ്പബ്ലിക് എങ്ങനെ മുമ്പോട്ട് പോകും? നമ്മുടെ ജനാധിപത്യം എങ്ങനെ മുമ്പോട്ട് പോകും? അത് ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രതിപക്ഷത്തിൻ്റെ ശക്തി കുറയുമ്പോൾ ജനാധിപത്യം അവിടെ മരവിക്കും പലപ്പോഴും. അതാണ് നടക്കാൻ പോകുന്നത്. കാര്യമാണ്. ഇപ്പോൾ ഇവിടെ എം.വി. ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ച കാര്യത്തിലേക്ക് ഈ ചർച്ച എത്തിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. അതായത് നോക്കൂ, ഇപ്പോൾ കേരള ഹൈക്കോടതിയിലെ കൊളീജിയം, സുപ്രീം കോടതിയിലെ കൊളീജിയം, കേരള ഹൈക്കോടതിയിലെ കൊളീജിയത്തിന് സ്വതന്ത്രമായ തീരുമാനമെടുക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ആ നിലയിലാകുന്നില്ല കാര്യങ്ങൾ. പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവിൻ്റെ അഭിപ്രായം കൂടി ഒരുപക്ഷെ കണക്കിലെടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിനെ ഭയക്കുന്നത് കൊണ്ടോ അങ്ങനെ എടുക്കുന്നവർക്കിൽ ചിലരെങ്കിലും അവരുടെ സീനിയോറിറ്റി പരിഗണിച്ച് അവർക്ക് അർഹമായ സുപ്രീം കോടതി ജഡ്ജ് പദവിയിലേക്ക് എത്താൻ കഴിയുന്നില്ല. മാത്രമല്ല, ചില ആളുകൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്ന വിധത്തിൽ അവരുടെ സർവീസ് അവർക്ക് ലഭിക്കുന്ന വിധത്തിൽ അവർക്ക് പ്രത്യേകമായ പ്രൊമോഷൻ ലഭിക്കുന്നു. ഈ നിലയിലുള്ള ക്രമീകരണം കോടതികളിൽ ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ വലിയ ക്രമീകരണമൊന്നും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. അതൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയിലൊക്കെ എടുക്കുന്ന, അതായത് സർവീസിൽ നിന്ന് പോകുന്നവർ, ഡയറക്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് പണ്ട് വളരെ റെയറായിരുന്നു കേട്ടോ, വളരെ റെയറായിരുന്നു. 1-2 പേരെ നേരത്തെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഡയറക്റ്റ് സെലക്ഷൻ്റെ സുപ്രീം കോടതിയിലേക്ക് കുറേ എണ്ണം കൂടിയിട്ടുണ്ട്, നമ്പർ കൂടുതലാണ്. ബാക്കിയുള്ളത് നമ്മുടെ ഇന്ത്യൻ, അതായത് നമ്മുടെ ഹൈക്കോടതികളിലെ ചീഫ് ജസ്റ്റിസുമാർ അവരുടെ സീനിയോറിറ്റി അനുസരിച്ചാണ് അവിടെ നിയമനം വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചിലരുടെ കാര്യം വരുന്നുടനെ ഉണ്ടല്ലോ, അവർ റിട്ടയർ ചെയ്യുന്നവരെ നോക്കിയിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. എത്രയോ പേരുടെ നമുക്ക് പറയാനുണ്ട്, ഒരുപാട് പേരുടെ പറയാനുണ്ടത് ആ ഉദാഹരണങ്ങൾ. അവർക്ക് അങ്ങോട്ട് മേളിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കാര്യമുണ്ട്, അത് സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് ആരുടെയാണെന്നൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. അത് രണ്ട് ഭാഗത്തുനിന്നും പറയാം. കൊളീജിയം റെക്കമെൻഡ് ചെയ്യുന്നില്ല ചിലരെ, അത് മാത്രമല്ല റെക്കമെൻഡ് ചെയ്താൽ പോലും അനങ്ങുന്നില്ല സർക്കാർ. അവർ റിട്ടയർ ചെയ്യുന്നവരെ നോക്കിയിരിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ട്, ഒരുപാട് നടന്നിട്ടുണ്ട് അത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ ഇറ്റ് ഡിപ്പെൻസ്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഏത് സിസ്റ്റത്തിലാണ് കുഴപ്പമില്ലാതെ. ഈ ഉള്ള സിസ്റ്റം, അതായത് ജഡ്ജസിൻ്റെ സെലക്ഷൻ പാനലിൽ ഇപ്പോൾ ഉള്ള യഥാർത്ഥത്തിൽ നമുക്ക് അല്പമെങ്കിലും നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് കൊളീജിയം സിസ്റ്റം തന്നെയാണ്. അതുകൊണ്ടാണ് വേറെ ഒരു മാർഗം പഴുതില്ലാത്തത് കൊണ്ടാണ്, വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് ഇത് നല്ലതാണെന്ന് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇത് നല്ലതാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഇത് 2-3 പേര് കൂടിയിരുന്ന് തീരുമാനിക്കും. അതൊക്കെ ആ സിസ്റ്റമൊക്കെ ഒന്ന് മാറണം. അങ്ങനെയല്ല വേണ്ടത്. ആ ഫുൾ കോർട്ട്, അതായത് എല്ലാ കോടതിയിലെ എല്ലാ ജഡ്ജിമാരും കൂടിയിരുന്ന് വേണം ഇത് തീരുമാനിക്കാൻ. അങ്ങനെ ആണെങ്കിൽ ഈ പ്രശ്നം വരത്തില്ല. കാരണം ഇത് അതിനകത്ത് സ്വജനപക്ഷപാതമൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ അങ്ങനെ ഒരു തീരുമാനമില്ല. വളരെ രഹസ്യമായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഇതെന്തിനാണ് ഇതിൻ്റെ രഹസ്യം കാത്തുസൂക്ഷിക്കുന്നത് എനിക്കറിയില്ല. ഇപ്പോഴും ഒരു ജഡ്ജിയുടെ കൊളീജിയത്തിൻ്റെ ആ റെക്കമെൻഡേഷൻ എന്നൊക്കെ പറയുന്നത് പരമരഹസ്യമാണ്.
എന്ത് രഹസ്യമാണ്, എന്തിനീ രഹസ്യമായിട്ട് വെക്കുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല എന്താണെന്ന്. അപ്പോൾ പരാതികൾ ഒഴിവാക്കാനാണെന്ന്. പരാതികൾ ഒഴിവാക്കപ്പെടേണ്ടതാണോ? ഒരാളെക്കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ അത് ജനങ്ങൾ മനസ്സിലാക്കണ്ടേ? പരാതിയുള്ളത് ഇയാളെ കൊള്ളത്തില്ല, ആ സീറ്റിൽ ഇരിക്കാൻ കൊള്ളാവുന്നവനല്ല എന്ന് ജനങ്ങൾ പറയാൻ ഇവിടെ ജനങ്ങളല്ലേ പരമാധികാരി എന്ന് പറയുന്നത്. അവർക്ക് പറയാനൊരു അവസരമല്ലേ ഇത് രഹസ്യമായിട്ട് വെക്കാതിരുന്നാൽ? അതിന് പകരം ഇത് പരമരഹസ്യമാണ്. ശ്രീ സെബാസ്റ്റ്യൻ പോളൊക്കെ ഇത് ചിന്തിച്ചാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തിന് ഇത്രത്തോളം രഹസ്യം കാത്തു സൂക്ഷിക്കുന്നു? ഇത് ഇത്രയും രഹസ്യമായിട്ട് ഇതെന്തിനു വെക്കുന്നു? 4 പേരെ അറിയട്ടെ, നാട്ടുകാരെ അറിയട്ടെ. കൊള്ളരുതാത്തവരെ എടുക്കാൻ നേരത്ത് നാട്ടുകാർക്ക് പറയണ്ടേ ഇയാൾ കൊള്ളത്തില്ല, വൃത്തികെട്ടവനാണെന്ന്? അത് പറയാനുള്ള ഒരു ഇടയല്ലേ അത് എല്ലാവരും അറിഞ്ഞാൽ? അത് പരമരഹസ്യമാണ് ഇത്. അതാണ് ഞാൻ പറഞ്ഞ ഇത്. അതിനകത്ത് സുതാര്യതയില്ലായ്മ എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നം ഉണ്ട് താനും. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, അത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ബാബറി മസ്ജിദിന്റെ തകർച്ച, അക്കാര്യത്തിലുള്ള സുപ്രീം കോടതി വിധി, പിന്നീട് ആ ഭൂമി വിട്ടുകൊടുത്തത്, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇപ്പോൾ ഹിന്ദി ബെൽറ്റിനെ കമ്മ്യൂണലൈസ് ചെയ്ത് നിർത്താൻ വേണ്ടി ഇത്തരം ബാബറി മസ്ജിദിൻ്റെ തകർച്ച BJPയെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായി ഉപയോഗപ്പെടുത്താൻ സാധിച്ചു. 1992 ബാബറി മസ്ജിദിൻ്റെ തകർച്ചയോടുകൂടിയാണ് ഇന്ത്യയിൽ BJP ശക്തി പ്രാപിച്ചിട്ടുള്ളത് എന്ന കാര്യം അങ്ങേക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ 2023 ആകുന്ന ഘട്ടത്തിൽ അവിടെ രാമക്ഷേത്രം ഉയരുകയാണ്. അടുത്ത മാസം 22-ാം തീയതി രാമക്ഷേത്രം ഉയരുമ്പോൾ 2024 ഒരു വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലെത്താൻ കഴിയുമെന്നുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി BJPക്ക് തയ്യാറാക്കി വെക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയും രാഷ്ട്രീയമായി വീണ്ടും വീണ്ടും അധികാരത്തിൽ വരാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതൊന്ന്. 2, അധികാരത്തിൽ വന്നാൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച കേശവാനന്ദ ഭാരതിയിൽ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ആശങ്കകൾ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, ഇതെല്ലാം നികേഷിൻ്റെ നിഗമനങ്ങളാണ്. പക്ഷേ ഈ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമായ വസ്തുതകളുണ്ടോ എന്നോ ആ വസ്തുതകളെല്ലാം യുക്തിപൂർവ്വം ഘടിപ്പിക്കാൻ കഴിയുമോ എന്ന് നികേഷ് തന്നെ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ അയോധ്യ വിധിയിലെക്കുറിച്ച് അഭിപ്രായം പറയാനോ അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് പറയാനോ അല്ല. ഞാനിവിടെ വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും നികേഷ് പറഞ്ഞതനുസരിച്ചിട്ട് വന്നിട്ടുള്ളത് ഗോവിന്ദൻ മാഷ് ജുഡീഷ്യറിയെക്കുറിച്ച് നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന സംബന്ധിച്ചുള്ള ചർച്ചയ്ക്കാണ്. ആ ചർച്ചയിലേക്ക് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇതൊക്കെ ഭാവിയിൽ ഉണ്ടായാൽ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് പ്രവചിക്കാനും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും ഞാൻ ആളല്ല. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. കേശവാനന്ദ ഭാരതി ഒരുപക്ഷെ അതൊരു പ്രവചനമായിരിക്കും. പറഞ്ഞതിൽ ഒരു ചെറിയ പക്ഷേ മറ്റു കാര്യങ്ങൾ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിനകത്തോ ബാബറി മസ്ജിദ് തകർത്ത കേസിന്റെ കാര്യത്തിലോ ഒക്കെ തന്നെയും അതിന്റെ ഉള്ളടക്കം, അതായത് MV ഗോവിന്ദൻ പറഞ്ഞതിന്റെ ഉള്ളടക്കം ഇതൊക്കെ തന്നെയാണ്. കേശവാനന്ദ ഭാരതി തീർച്ചയായും എൻ്റെ അനുമാനം തന്നെയാണ്. നികേഷേ, ഒരു സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആ വിധിയോട് യോജിപ്പും വിയോജിപ്പും ഉണ്ടെങ്കിലും അത് രാജ്യത്തിൻ്റെ നിയമമാണ്, അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ വിധി പിന്നെ തിരുത്തണം എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി തന്നെയാണ് തിരുത്തേണ്ടത്. സുപ്രീം കോടതി ആ വിധി തിരുത്തി കഴിഞ്ഞാൽ പുതിയ വിധിയായിരിക്കും പ്രാബല്യത്തിൽ വരിക. അങ്ങനെയേ ജുഡീഷ്യറിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. ഞാൻ പറയാനുള്ള കാര്യങ്ങളിലേക്ക് തന്നെ വരട്ടെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമാൽ പാഷ പറഞ്ഞ രീതിയിൽ അത്ര ഇതല്ല. കാരണം പല കാര്യങ്ങളിലും എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്, പല കാര്യങ്ങളിലും ഇൻറ്റിഗ്രിറ്റിയുടെ ക്വസ്റ്റ്യൻ വരികയും അത് റേസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് സൂക്ഷ്മമായി പരിശോധിക്കാനുള്ള മെക്കാനിസം ഇപ്പോൾ ഹൈക്കോടതികൾക്കോ സുപ്രീം കോടതിക്കോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് ഇടപെടുന്നതിനെ ഞാൻ അത്ര മോശം കാര്യമായിട്ട് കരുതാത്ത ഒരാളാണ്. അല്ല, അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തി പോയിക്കോളൂ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ. താങ്കൾ പറഞ്ഞത് നോക്കൂ, കൊളീജിയം ഒരു പേര് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവാണ് അവരുടെ ഒരു പോലീസ് വെരിഫിക്കേഷൻ നടത്തേണ്ടത് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. പോലീസ് വെരിഫിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷമാണ് കൊളീജിയം ഈ നിർദ്ദേശം നൽകുക. പിന്നീട് എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്തമായി നമ്മളിപ്പോൾ പൊതുവെ ഒരു പ്രതീതിയുള്ളത് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അരിപ്പയായി മാറുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വിമർശനം. അല്ല, പൊളിറ്റിക്കൽ അരിപ്പയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ അരിപ്പയാകാൻ കഴിയുന്നവരെ കൊളീജിയം പറയണ്ടേ? ആ കൊളീജിയം അങ്ങനെയല്ലല്ലോ. ഇപ്പം നിലവിലുള്ള കൊളീജിയം നിങ്ങളുടെ ആർഗ്യുമെൻ്റ് അനുസരിച്ചാണെങ്കിൽ
നിലവിലുള്ള കൊളീജിയം BJP ഉണ്ടാക്കിയെടുത്ത കൊളീജിയം അല്ലല്ലോ. BJP വരുന്നതിന് മുൻപ് ജുഡീഷ്യറിയിൽ പ്രവർത്തിച്ചിരുന്നവരുടെ കൊളീജിയമാണ്. ഞാൻ ചൂണ്ടിക്കാണിച്ചത് അതിനകത്ത് സാങ്കേതികമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല ഞാൻ ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് രാഷ്ട്രീയ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് ഇടപെട്ടിരുന്ന കാലത്ത് വന്നേക്കുന്ന ജഡ്ജിമാരുടെ യോഗ്യതകൾ നിങ്ങൾ നോക്ക്. സാമൂഹിക നീതി ഉറപ്പുവരുത്തിയിട്ടില്ലേ? സെബാസ്റ്റിന് അറിയാവുന്നൊരു കാര്യമുണ്ട്, കമാൽ പാഷക്ക് അറിയാമോ എന്നെനിക്കറിയില്ല. സെബാസ്റ്റിന് അറിയാവുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ആദ്യമായി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി തീർന്ന ഒരു ദളിത് സമുദായ അംഗത്തെ പറയട്ടെ നികേഷേ, ഒരു ദളിത് സമുദായ അംഗത്തെ തേടിപ്പിടിച്ച് ഹൈക്കോടതിയിൽ ജഡ്ജ് ആക്കിയത് എങ്ങനെയാണ് എന്ന് എനിക്കും അറിയാം, സെബാസ്റ്റ്യൻ പോളിനും അറിയാം. കാരണം ഞങ്ങൾ രണ്ടുപേരും അക്കാലത്ത് പത്രപ്രവർത്തകരായിട്ട് ഹൈക്കോടതി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നവരാണ്. ഞങ്ങൾക്കറിയാം. സെബാസ്റ്റ്യൻ അത് ഓർക്കുന്നുണ്ടാകാം. അതുപോലെ ഈ വിവിധ ജനവിഭാഗങ്ങളിൽപ്പെട്ടവർ ജഡ്ജിമാരായിട്ട് വരണം എന്നൊരു സങ്കല്പം പൊളിറ്റിക്കൽ ഡിസിഷനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നവരാരും തന്നെ മോശക്കാരല്ല. ഇപ്പോൾ സോഷ്യലിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്, കനത്ത സോഷ്യലിസ്റ്റായിട്ടാണ് ജസ്റ്റിസ് MP മേനോൻ വരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിധിന്യായത്തിൽ സോഷ്യലിസം കാണാൻ വലിയ പ്രയാസമായിരിക്കും. ജസ്റ്റിസ് ചന്ദ്രശേഖര മേനോൻ ഭയങ്കര പോലീസ് വിരോധിയായിരുന്നു. പക്ഷേ ജഡ്ജ്മെൻറ്റിൽ അത് കാണാൻ പ്രയാസമായിരിക്കും. ഇങ്ങനെ എത്രയോ പേര് വന്നിരിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയ ഇടപെടൽ ജനാധിപത്യ സംവിധാനത്തിൽ വർജിക്കപ്പെടേണ്ട ഒന്നാണ് എന്നൊരഭിപ്രായമേ എനിക്കില്ല. ഈ കൊളീജിയം സമ്പ്രദായത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് കുടുംബാധിപത്യ പ്രവണത ഇതിൽ കടന്നു വരുന്നത്? അത് നോക്കണ്ടേ? എന്തുകൊണ്ട് ജുഡീഷ്യറിയിൽ കുടുംബാധിപത്യ പ്രവണത കടന്നു വരുന്നു? നേരത്തെ ഇവിടെ കമാൽ പാഷ പറഞ്ഞു, എൻ്റെ മരുമോനെ നീയും നിൻ്റെ മരുമോനെ ഞാനും പറയുന്ന രീതി. അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? അതൊരു ശരിയായ രീതിയല്ലല്ലോ. കാരണം ഒരു പ്രൊഫഷണലിസം വരുമ്പോൾ ബന്ധുത്വത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, അയാളുടെ മികവിനാണ്. ആ രീതിയിലുള്ളൊരു സമ്പ്രദായം കൊളീജിയം സിസ്റ്റത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് കൊളീജിയം സിസ്റ്റത്തെക്കുറിച്ചുള്ള എൻ്റെ ആക്ഷേപം. പക്ഷേ കൊളീജിയം സിസ്റ്റം മതി എന്ന് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അത് ലോ ഓഫ് ലാൻഡാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് നിയമം. അതിന് പരിമിതികളുണ്ട്, അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ പരിമിതികളും ലിമിറ്റേഷൻസും അംഗീകരിച്ചുകൊണ്ടേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. അത് ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ രീതിയാണ്. ഇനി രാഷ്ട്രീയക്കാർ ഇടതുപക്ഷക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല, ഇടതുപക്ഷക്കാരല്ലാത്തവരൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പാടെ കുഴപ്പമാണെന്നുള്ളത് അതൊരു മനോരോഗത്തിൻ്റെ പ്രശ്നമാണ്. അതിന് ചികിത്സയില്ല. ഇത്രയും കാലം ഇവിടെ രാഷ്ട്രീയക്കാരൊക്കെ വന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്കും പരാതി ഉണ്ടായിരുന്നില്ലേ? ഇടതുപക്ഷമായാലും നേരെ ഹൈക്കോടതിയിൽ ഇറങ്ങിയിട്ട് എറണാകുളം ബാക്ക്ഗ്രൗണ്ട് ഉള്ളവര് വന്നാലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സാധാരണ പ്രത്യാഘാതങ്ങളുണ്ട്. ഇതിപ്പോ BJPയുടെ പേരിൽ ആക്ഷേപിക്കുന്നത് വർഗീയമാണ്, ആളുകളെ ചേരിതിരിക്കുന്ന വിധികൾ ഉണ്ടാകുന്നു. അത് നിങ്ങളുടെ സങ്കല്പമാണ്. അല്ല, അത് നിങ്ങളുടെ അഭിപ്രായം മാത്രമാണ്. അതിന് വേറെ തെളിവുകളില്ല. നിങ്ങളുടെ അഭിപ്രായമാണ്. സെബാസ്റ്റ്യൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു നഗരേഷിൻ്റെ കാര്യം. നഗരേഷ് പുറപ്പെടുവിച്ചേക്കണ ഏത് വിധിന്യായത്തിലാണ് നിങ്ങൾ പറയുന്ന പ്രശ്നമുള്ളത്? ഇല്ലല്ലോ. ഈ ഭരണഘടനാ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുമ്പോൾ, അതിൻ്റെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ അധിപനായി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ, പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അവിടെ പ്രവർത്തിക്കുമ്പോൾ നമ്മെ നയിക്കുന്നത് ഭരണഘടനയാണ്, വ്യക്തി താല്പര്യങ്ങളല്ല. വ്യക്തി താല്പര്യങ്ങൾക്ക് അവിടെ റോൾ എടുക്കാൻ പറ്റില്ല. വ്യക്തി താല്പര്യങ്ങൾക്ക് റോൾ എടുക്കാൻ കഴിയുന്നത് നേരത്തെ കമാൽ പാഷ സൂചിപ്പിച്ച പോലെ ഈ കൊളീജിയം സിസ്റ്റം വരുമ്പോഴാണ് വരുന്നത്. നേരത്തെ അദ്ദേഹം അത് വളരെ ഒരു തരം സരസമായി തന്നെ പറഞ്ഞ് എൻ്റെ മരുമോനെ നീയും നിൻ്റെ മരുമോനെ ഞാനും എന്ന് പറയുന്നത് ആ ഒരു സമ്പ്രദായം വരുന്നത് അവിടെയാണ്. പക്ഷെ വിധിന്യായം വരുമ്പോൾ നികേഷ് ഒരു വിധിന്യായത്തിലും വിധിന്യായങ്ങൾ എല്ലാം തന്നെ സമ്പൂർണമായി ശരിയാണെന്ന് ആർക്കും അഭിപ്രായമില്ല. ഇപ്പം ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചന്ദ്രചൂഡ് പുറപ്പെടുവിച്ച വിധികൾ തിരുത്തുന്നുണ്ട്, അത് തെറ്റാണെന്ന് പറഞ്ഞ്. അങ്ങനെ മാത്രമേ നമുക്ക് ജുഡീഷ്യറി പ്രവർത്തനം സാധ്യമാകൂ. ജില്ലാ കോടതിയുടെ ഉത്തരവ് തെറ്റാണെങ്കിൽ നമ്മൾ ഹൈക്കോടതിയിൽ പോവും. സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് തെറ്റാണെങ്കിൽ ഡിവിഷൻ ബെഞ്ചിൽ പോവും. ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിനെയും നമ്മൾ ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോവും. അങ്ങനെ സുപ്രീം കോടതിയിൽ പോയി വാങ്ങിച്ച വിധിയുണ്ടല്ലോ,
ഇപ്പം ഏറ്റവും റീസെൻ്റായിട്ട് വന്നതല്ലേ കണ്ണൂർ വൈസ് ചാൻസലറുടെ വിധി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സിസ്റ്റം അവിടെയുണ്ട്. ഇനി സുപ്രീം കോടതിയുടെ വിധി സുപ്രീം കോടതി തന്നെ പരിശോധിച്ചിട്ട് തെറ്റാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ എങ്ങനെയാണ് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുക? യെസ്, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കാര്യത്തിൽ എനിക്കുള്ള ആക്ഷേപം ഇവിടെ യഥാർത്ഥത്തിൽ സാമൂഹിക നീതി ജുഡീഷ്യറിയിൽ ഉറപ്പാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് എനിക്ക് ശരി, അതൊരു ഉന്നയിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഇതൊന്നുമല്ല. വിഷയമാണ്. സാമൂഹിക നീതി എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാക്കിയിട്ടുണ്ട്. ആർക്കും ആ തർക്കമുണ്ടാകും സാമൂഹിക നീതി ഉറപ്പാക്കും. വ്യക്തമാണ് സാർ. ഞാൻ വരാം അങ്ങയിലേക്ക്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളിൽ താങ്കൾക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാനുണ്ടോ? അതോടൊപ്പം തന്നെ നോക്കിപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞത് RSSന്റെ കോമരമായി പ്രവർത്തിക്കുന്നവരെയാണ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും റിക്രൂട്ട് ചെയ്യുന്നത്, എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തീരുമാനിക്കുന്നത് ഹിന്ദുത്വത്തിലേക്കുള്ള യാത്രയായിരിക്കും എന്നാണ്. നോക്കൂ, ഇപ്പോൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമുള്ള ജഡ്ജിമാരുടെ വിധി, അതിനകത്ത് ഒന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത്, ഈ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം കാലികമായിട്ടുള്ളത് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയും രാമക്ഷേത്ര നിർമ്മാണവുമാണ്. നോക്കൂ, ആ വിധി പുറപ്പെടുവിച്ചിട്ടുള്ള 5 അംഗ ബെഞ്ചിനെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. രഞ്ജൻ ഗൊഗോയ് 4 മാസം കൊണ്ട് അദ്ദേഹം രാജ്യസഭയിലെത്തി. ഇന്ത്യയിൽ, സ്വതന്ത്ര ഇന്ത്യയിൽ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്ത് രാജ്യസഭയിലെത്തുന്ന ആദ്യത്തെ ആളാണ് രഞ്ജൻ ഗൊഗോയ്. അദ്ദേഹം ഇതുവരെ ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ ഒരു ചോദ്യം ചോദിച്ചു എന്നാണ് കേട്ടിട്ടുള്ളത്. രണ്ടാമത്തേത് ജസ്റ്റിസ് S.A. ബോഗ്ഡെ. അദ്ദേഹം ചാൻസലറാണ് മഹാരാഷ്ട്ര നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെ, മുംബൈയുടെയും നാഗ്പൂരിൻ്റെയും. മൂന്നാമത്തെ ആൾ DY ചന്ദ്രചൂഡ്, അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. അശോക് ഭൂഷൺ NCLATയുടെ ചെയർപേഴ്സണാണ്. അബ്ദുൾ നസീർ ഏക മുസ്ലിം അംഗം, അദ്ദേഹം ആന്ധ്രാപ്രദേശ് ഗവർണറാണ്. അപ്പോൾ അവിടെ എത്തിക്കുക മാത്രമല്ല, വിധിന്യായം കിട്ടിയാൽ എവിടെ എത്താം എന്നുകൂടി നമ്മുടെ രാജ്യം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് ഇത് ഏറെക്കാലമായി നമുക്കുള്ളൊരു വിമർശനമാണ്. എക്സിക്യൂട്ടീവിന് അനുകൂലമായ വിധി നൽകിയാൽ അതിന് പ്രതിഫലമുണ്ട് എന്ന കാര്യത്തിനുള്ള ഉദാഹരണമാണ് ഇപ്പോൾ നികേഷ് ചൂണ്ടിക്കാണിച്ചത്. എക്സിക്യൂട്ടീവിന് ഹിതകരമല്ലാത്ത വിധി നൽകിയാലോ അപ്പോൾ എന്ത് സംഭവിക്കും എന്നതിന് ഇവിടെ HR ഖന്നയെയും ഉദാഹരണമായി കമാൽ പാഷ ചൂണ്ടിക്കാണിച്ചു. HR ഖന്ന മാത്രമല്ലല്ലോ, ഈ കേശവാനന്ദ ഭാരതി കേസിലെ വിധി ബെഞ്ചിൽ നിന്ന് 3 പേർക്ക് രാജിവെച്ചു പോകേണ്ടി വന്നില്ലേ അവരെ സൂപ്പർസീഡ് ചെയ്തപ്പോൾ? അതൊന്നും BJPയുടെ കുറ്റമൊന്നുമല്ല, അതൊക്കെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നടന്ന മഹാസംഭവങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാം ഭംഗിയായി നടക്കുന്നു എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇവിടെ ഇപ്പോൾ സാമൂഹിക നീതി എന്ന പരാമർശമുണ്ടായി. കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒരു പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ജഡ്ജി ഇല്ല എന്ന് മാത്രമല്ല, കുറെ വർഷങ്ങളായി അതില്ല. എവിടെ പോയി സാമൂഹിക നീതി? ഇവിടെ രാധാകൃഷ്ണൻ പരാമർശിച്ചതുപോലെ പണ്ട് ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ജഡ്ജിയാക്കുന്നതിന് അദ്ദേഹം സബ് ജഡ്ജി മാത്രമായിരുന്നു. അദ്ദേഹത്തെ രാജിവെപ്പിച്ച് ഹൈക്കോടതി ബാറിലേക്ക് കൊണ്ടുവന്ന് അഭിഭാഷകനാക്കി വളരെ പ്രയാസപ്പെട്ട് തന്നെയായിരുന്നു അദ്ദേഹത്തെ ഹൈക്കോടതി ജഡ്ജിയായി അന്ന് നിയമിച്ചത്. അന്ന് കൊളീജിയം ഒന്നുമില്ലാത്ത കാലമാണ്, എങ്കിലും അത് നടന്നു. അതിന്റെ ഫലം എന്തായിരുന്നു? അദ്ദേഹം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയി മാറി. അങ്ങനെയൊക്കെയുള്ള പാരമ്പര്യമുള്ള, ഞാനിപ്പോൾ കേരള ഹൈക്കോടതിയിലേക്ക് മാത്രമായി ഞാൻ പരിമിതപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള ഹൈക്കോടതിയിൽ ഇപ്പോൾ ഏതെല്ലാം ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമില്ല എന്ന് ചോദിച്ചാൽ ഞാൻ അതിന്റെ വിശദാംശങ്ങളെ ഇപ്പോൾ കടക്കുന്നില്ല. അപ്പൊ സാമൂഹിക നീതി തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട വശങ്ങളൊക്കെ മറന്നുകൊണ്ട്, വിസ്മരിച്ചുകൊണ്ട് അവിടെ കുറെ പേരൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നു, അവർ ജഡ്ജിമാരാകുന്നു. അവരുടെയൊക്കെ പശ്ചാത്തലം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അന്വേഷിച്ച് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നും തോന്നുന്നുണ്ട്. കാരണം എല്ലാ പോരായ്മകളും അധികാരത്തിലെത്തിയാൽ അത് മറച്ചുവയ്ക്കപ്പെടും, മൂടിവയ്ക്കപ്പെടും, അതില്ലാതെയാകും. അപ്പോൾ അവിടെ ഉള്ള ഈ പോരായ്മകളിലേക്കാണ്, ആ പോരായ്മകൾ അല്ലെങ്കിൽ ആ പാളിച്ചകൾ, ഇതിനുള്ള സാധ്യതകൾ, വിള്ളലുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ ഭരണകക്ഷി അവർക്ക് ഹിതകരമായ വ്യക്തികളെ ന്യായാധിപ പദവികളിലേക്ക് എടുക്കുന്നു. അവരെ മറ്റു പല കണക്കുകളൊക്കെ കൂട്ടിക്കൊണ്ട് അവരുടെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതിയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെയുള്ള മാനിപ്പുലേഷൻ അത് ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമായ ഒരു സംഗതിയല്ല. അമേരിക്കയിൽ സുപ്രീം കോടതിയിൽ 9 ജഡ്ജിമാരാണുള്ളത്. ആ 9 ജഡ്ജിമാർക്ക് ആജീവനാന്തം സ്ഥാനത്ത് തുടരുകയും ചെയ്യാം. പക്ഷെ അവിടെയുണ്ട് മാനിപ്പുലേഷൻസ്. അപ്പൊ മാനിപ്പുലേഷൻ എവിടെയും നടക്കും, അത് മനുഷ്യ സഹജമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നാളെ സംഭവിക്കാനിരിക്കുന്ന ചില അപകടങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ ചിന്തിക്കേണ്ടി വരും. അത് രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ നികേഷിന്റെ അനുമാനങ്ങളോ സാങ്കല്പികമായ വിഭ്രമങ്ങളോ മാത്രമല്ല.
അപ്പോൾ കേശവാനന്ദ ഭാരതിക്ക് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ അത് തുടങ്ങിക്കഴിഞ്ഞു. രാജ്യസഭാ അധ്യക്ഷനായ ഉപരാഷ്ട്രപതി പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പാർലമെന്റിൽ തന്നെ പറഞ്ഞു, പാർലമെന്റിന്റെ സർവാധിപത്യം പുനഃസ്ഥാപിക്കണം, കേശവാനന്ദ ഭാരതി കേസ് അത് പുനഃപരിശോധിക്കപ്പെടണം. അപ്പോൾ ഒരു അവസരം കിട്ടിയാൽ അത് സംഭവിക്കും. അത് സംഭവിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ എന്തായിരിക്കും? എല്ലാം സാങ്കല്പികമായിരിക്കാം, അനുമാനങ്ങൾ മാത്രമായിരിക്കാം. പക്ഷെ വലിയ ഭയാനകമായ ഒരു സ്വപ്നം നമ്മെ കാത്തു നിൽക്കുന്നുണ്ട്. ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിനുള്ള ചില സാഹചര്യങ്ങളും കാണുന്നുണ്ട്. അവിടേക്കാണ് എം.വി. ഗോവിന്ദൻ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അദ്ദേഹം ഒരു ജൂറിസ്റ്റ് അല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതുകൊണ്ട് അദ്ദേഹം ചില പരുക്കനായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. പക്ഷേ എം.വി. ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്ന അപകടം കേവലം സാങ്കല്പിക മാത്രമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇന്നത്തെ നിലയിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കേശവാനന്ദ ഭാരതിയാണ് പ്രധാന തടസ്സമായി നിൽക്കുന്നത് എന്നുള്ളതാണ് ഉപരാഷ്ട്രപതിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് പാർലമെൻറ്റിൻ്റെ അവകാശങ്ങൾ തിരികെ കിട്ടണം എന്നുള്ളതാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിന് അനിയന്ത്രിതവും അപരിമേയവുമായ അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണോ എന്നുള്ള ചോദ്യമാണല്ലോ കേശവാനന്ദ ഭാരതി കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഭരണഘടനയുടെ അതീശത്വം, ഭാരതത്തിൻ്റെ പരമാധികാരം, അഖണ്ഡത, ഐക്യം, ജനാധിപത്യം, റിപ്പബ്ലിക്ക് എന്ന നിലയിലുള്ള ഭരണകൂടം, മതേതര കാഴ്ചപ്പാട്, അതിൽ നിന്ന് മാറി ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രസിഡൻഷ്യൽ രീതിയിലേക്കോ നമ്മൾ പ്രസിഡൻഷ്യൽ രീതി BJPയുടെ ആശയമാണ്. അത് RSS തന്നെ ഫെഡറൽ സംവിധാനത്തിന് പകരം പ്രസിഡൻഷ്യൽ രീതിയാണ് പറഞ്ഞിട്ടുള്ളത് എന്നും മാത്രമല്ല, ഏറ്റവും ഒടുവിൽ LK അദ്വാനി അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതെ, തീർച്ചയായും ഈ കേശവാനന്ദ ഭാരതി എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒരു ആലങ്കാരികമായി പറയുന്ന ഒരു കാര്യമല്ല. അതൊരു ആന്റിക് അല്ല, അതൊരു ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. കേശവാനന്ദ ഭാരതിയിലെ കേസിലെ വിധി 1973 പുറത്തു വന്നപ്പോൾ അന്ന് ആ വിധി പ്രകീർത്തിതമായത് ദ കേസ് ദാറ്റ് സേവ്ഡ് ഇന്ത്യൻ ഡെമോക്രസി എന്നാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് കേസ് എന്നൊരു മറുപേരും ആ കേസിനുണ്ട്. അപ്പോൾ കേശവാനന്ദ ഭാരതിയുടെ പ്രാധാന്യം വളരെ വലുതാണ്. അത് അന്ന് അവിടെ ആ വിശാല 13-അംഗ ബെഞ്ച്, അവിടെ അവരുടെ യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ 7-6 എന്ന രീതിയിൽ ആ ബെഞ്ച് ഡിവൈഡ് ചെയ്യപ്പെടുകയും കേവലം ഒരു ജഡ്ജിയുടെ വിധിയെ അടിസ്ഥാനമാക്കി അത് ഭൂരിപക്ഷ വിധിയായി മാറുകയും ചെയ്തതാണ്. പക്ഷേ ഇക്കാലം അത്രയും നമ്മൾ കേശവാനന്ദ ഭാരതിയുടെ പേരിൽ നമ്മുടെ ഈ സംവിധാനത്തെ ഭദ്രമായി നിലനിർത്തിക്കൊണ്ടു പോകാൻ പരിശ്രമിച്ചു. കേശവാനന്ദ ഭാരതിയുടെ പ്രാധാന്യം എന്താണ്? പാർലമെന്റിനെ സംബന്ധിച്ച് അനുച്ഛേദം 368 നൽകുന്ന അധികാരം ഉപയോഗിച്ച് പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാം. പക്ഷേ ഭരണഘടനയുടെ മൗലിക ഭാവത്തെ, ബേസിക് സ്ട്രക്ചറിനെ സ്പർശിക്കാൻ പാർലമെന്റിന് അധികാരമില്ല എന്നാണ് കേശവാനന്ദ ഭാരതി പറഞ്ഞത്. നാളെ ആ തടസ്സം നീക്കിയെടുത്താൽ നമ്മുടെ പ്രിയാമ്പിൾ മുതൽ അങ്ങോട്ട് നിരവധി ഭാഗങ്ങൾ ഭേദഗതി ചെയ്യാനുണ്ട്. പ്രിയാമ്പിളിലെ കൂട്ടിച്ചേർക്കപ്പെട്ട സോഷ്യലിസ്റ്റ്, സെക്കുലർ തുടങ്ങിയ വാക്കുകളൊക്കെ നീക്കം ചെയ്യപ്പെടും. പിന്നീട് പല കാര്യങ്ങൾ ഇവിടെ അതിന്റെ രത്നച്ചുരുക്കമാണ് ചൂണ്ടിക്കാണിച്ചത്. ഹിന്ദു രാഷ്ട്രമായി ഈ രാഷ്ട്രത്തെ മാറ്റിയെടുക്കും. അതോടൊപ്പം ഇപ്പോഴത്തെ പാർലമെന്ററി രീതി പ്രസിഡൻഷ്യൽ രീതിയായി മാറ്റിയെടുക്കും. അങ്ങനെ പലതും BJPയുടെ അജണ്ടയിലുണ്ട്. ഞാനത് കുറ്റം പറയുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർക്ക് പ്രത്യേകമായ അജണ്ട ഉണ്ടാകണം. ആ അജണ്ടയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും അവർ നീക്കം ചെയ്യും. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇതൊന്നും ഒളിച്ചു കളിക്കുകയോ അല്ലെങ്കിൽ ഒളിച്ചു വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. RSSന്റെ ലിറ്ററേച്ചറിൽ അത് വളരെ വ്യക്തമായിട്ടുണ്ട്. അത് RSS വ്യക്തമായി അത് പറയുന്നു. അത് പറയുന്നതിനുള്ള സത്യസന്ധതയും അവർക്കുണ്ട്. ഒന്നും മറച്ചു വയ്ക്കപ്പെട്ട അജണ്ട അവർക്കില്ല. അവരുടെ അജണ്ട പരസ്യമാണ്. നമ്മളാരും ശ്രദ്ധിക്കാതെ പോയ, ചർച്ച ചെയ്യപ്പെടാതെ പോയ മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ. നാഗപ്പൂരിൽ നിന്ന് അവർ വിഭാവന ചെയ്യുന്ന ഭരണഘടനയുടെ കരട് പുറത്തു വരികയുണ്ടായി. വലിയ ചർച്ചയ്ക്ക് വിഷയമായില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അവർക്കൊന്നും മറച്ചു വയ്ക്കാനില്ല. അവർ അതിനുള്ള മാൻഡേറ്റ് സമ്പാദിക്കും. പക്ഷെ അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മാൻഡേറ്റിന് അനുസരിച്ച് നമ്മുടെ ജനാധിപത്യവും നമ്മുടെ ഭരണഘടനയും എല്ലാം കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നൊക്കെ പറയുന്നില്ലേ, അതെല്ലാം തിരുത്തി എഴുതപ്പെട്ടാലോ? അങ്ങനെ തിരുത്തി എഴുതുന്നതിനുള്ള തടസ്സമായിട്ടാണ് സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി എന്ന പ്രസിദ്ധമായ വിധി നമുക്ക് നൽകിയത്. നമുക്ക് ആ വിധി നിലനിർത്താൻ കഴിയുമോ?
നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിനുശേഷം സംഭവിക്കാൻ പോകുന്നത് എന്ത്? ഇതൊക്കെ നമ്മെ വല്ലാതെ ഭയചകിതരാക്കുന്നുണ്ട്. രാധാകൃഷ്ണൻ ആവർത്തിക്കുന്നത് പോലെ ഇതൊക്കെ കേവലം അനുമാനങ്ങളോ സങ്കല്പങ്ങളോ മാത്രമല്ല. ജസ്റ്റിസ് കമാൽ പാഷ, ഇപ്പോൾ ഒരു ജഡ്ജ് ആ ആള് ഒരു സംഘപരിവാർ അനുകൂലിയായാൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ നിയമനം കിട്ടും എന്നുള്ള ഒരു നിലപാട്, രാഷ്ട്രീയമായ നിലപാടിനൊപ്പം തന്നെയും ആ ആള് ജീവിത കാലഘട്ടം മുഴുവൻ തങ്ങൾക്ക് അനുകൂലമായ വിധി എഴുതി തന്നാൽ രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്യപ്പെടാം, NCLAT-യുടെ അധിപനാകാം, ആന്ധ്രാപ്രദേശിൻ്റെ ഗവർണറാകാം, ചാൻസലറാകാം, അങ്ങനെ പല പല സാധ്യതകളുമുണ്ട്. നികേഷ്, അതെ കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവിടെ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കേരളത്തിൽ നിന്നായാലും ശരി ഒരു അപ്പോയിൻമെൻറ്റ്, അതായത് ഒരു ഏതെങ്കിലും ഒരു അപ്പോയിൻമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ ജഡ്ജി, ഞാനതാ ഞാൻ പറയുന്നത്, ഇത് ഒരു കാരണവശാലും റിട്ടയർ ചെയ്ത ജഡ്ജിമാർക്ക് ഒരു ജോലിയും കൊടുക്കരുത്. ശമ്പളം മുഴുവൻ കൊടുത്തോ വേണമെങ്കിൽ, പെൻഷന് പകരം വീട്ടിൽ ഇരിക്കാൻ പറയണം. കാരണം ഇവിടെ വേറെ ആളില്ലാത്തതൊന്നും അല്ലല്ലോ. ഇവിടെ നല്ല മിടുക്കരായ അഭിഭാഷകർ ധാരാളം ഉണ്ട്, നല്ല പ്രാക്ടീസ് ഉള്ളവരുണ്ട്. അവരിൽ നിന്ന് തിരഞ്ഞെടുക്കണം അങ്ങനെയുള്ളവരെ ഓരോ പോസ്റ്റിലേക്ക്. അല്ലാതെ ഇവരെ തന്നെ പിടിച്ച് മരിക്കുന്നവർ ഇവർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതല്ല വേണ്ടത്. അതിൻ്റെ ഏറ്റവും വലിയ അപകടമാണ് ഇപ്പോൾ നികേഷ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ഇവർ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സർക്കാരിനെതിരെ ഒരു ഓർഡർ കൊടുക്കാനുണ്ടല്ലോ, അവസാനം ആ റിട്ടയർ ചെയ്യുന്നതിൻ്റെ ഏതാണ്ട് ഒരു രണ്ട് വർഷം മുമ്പേ ഇതിൻ്റെ ഗ്രൗണ്ട് വർക്ക് തുടങ്ങും. ഒരൊറ്റ ഉത്തരവുകളും പാസ്സാക്കത്തില്ല. എനിക്കറിയാം എത്ര പേര് ഒരു കേസ് എത്ര പേരെ അവോയ്ഡ് ചെയ്യുന്നറിയോ ഇവിടെ കേരള ഹൈക്കോടതിയിൽ. അത് ഞാൻ പറയുന്നില്ല ഏത് കേസാണെന്ന്. എത്ര ജഡ്ജിമാരെ അവോയ്ഡ് ചെയ്തേക്കുന്നത്? എന്തിനൊരു ജഡ്ജി അവോയ്ഡ് ചെയ്യണം? അതായത് വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ, അഫെക്ഷൻ ഓർ ഇൽവിൽ എന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇങ്ങോട്ട് കയറുന്നത്. കയറി കഴിയുമ്പോൾ എന്തുകൊണ്ട് ഞാനൊരു കേസ് എനിക്ക് വേണ്ട എന്തുകൊണ്ട് പറയണം? അങ്ങനെ പറയാൻ പാടുണ്ടോ ഒരാൾ? അതാ പറഞ്ഞ വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ, അഫെക്ഷൻ ഓർ ഇൽവിൽ എന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഭരണഘടന അനുസൃതമായിട്ട് ഞാൻ നീതി നടത്തും എന്ന് പറഞ്ഞിട്ട് കയറിയിട്ട് കേസ് അവോയ്ഡ് ചെയ്തേക്കാണ് ഒരുപാട് പേര്. അങ്ങനെ ചെയ്തിട്ടുള്ളത് ഒരു കേസാണെങ്കിൽ 8-9 ജഡ്ജിമാരങ്ങാണ്ട് അവോയ്ഡ് ചെയ്ത് ഒരു മാറ്ററുണ്ട് എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഇതെന്താ അറിയോ, ഇതങ്ങോട്ട് നോക്കിയിരിക്കും. ഇത് കഴിയുമ്പോൾ ഞാനിതിന് വിരോധം പിടിച്ചു വെക്കണം. എനിക്ക് വല്ലതും കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടിക്കോട്ടെ. ഒരു 4-5 ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവർ വേണ്ടെന്ന് പറയുമോ? ഇല്ല. ഞാൻ മണ്ടനായതുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞെന്ന് ചിലർ പറയും. എനിക്ക് വേണ്ടാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ തീരുമാനിക്കേണ്ടത്, ഒരു കാരണവശാലും ഈ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ജോബ് അസൈൻ ചെയ്യരുത്, ആർക്കും കൊടുക്കരുത്. അത് യൂണിയൻ ഗവൺമെൻറ് ആയാലും ഇതേപോലെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുക, ഗവർണറാക്കുക. ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഇത് പറയും, ജനങ്ങളുടെ മനസ്സിൽ സംശയം വരത്തില്ലേ? അങ്ങനെ വരും. അങ്ങനെ ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഇവിടെ ആയാലും കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും സംസ്ഥാനത്തിലായാലും സംഭവിക്കുന്ന കാര്യം ഇതൊക്കെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ജോബ് ഒരു ജഡ്ജിക്ക് കൊടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അതിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്യും. കഴിയില്ലായിരിക്കാം. റിട്ടയർഡ് ജഡ്ജിമാർക്ക് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസുമാർക്ക് മാത്രം വഹിക്കാവുന്ന പദവികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മാത്രമേ പറ്റൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം അക്കാര്യത്തിൽ ഇപ്പോൾ മുമ്പ് നിയമമന്ത്രിയായിരുന്ന BJP-കാരനായിട്ടുള്ള അരുൺ ജെയ്റ്റ്ലി തന്നെയാണ് പറഞ്ഞത്, അങ്ങനെ അവരുടെ വിധികൾ പിൽക്കാലത്ത് അവർ റിട്ടയർ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പദവികളുമായി അത് ചേർത്ത് വെച്ചത് അരുൺ ജെയ്റ്റ്ലി തന്നെയാണെന്നുള്ളത്. ഇവിടെ നോക്കൂ, പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇന്ന് നമ്മൾ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയിലാണ് നിൽക്കുന്നത്. തകർച്ചയുടെ വാർഷികമാണ്. എങ്ങനെയാണ് ബാബറി മസ്ജിദ് തകർന്നത് എന്ന് സംബന്ധിച്ച് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി കൊടുത്തത് ഈ തകർത്തവർക്കാണ് എന്നുള്ളതാണ്. അവർക്കാണ് ഈ വലിയ പദവികൾ പിന്നീട് ഒരാൾ പോലും വെറുതെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പ്ലം പോസ്റ്റാണ് നൽകിയിരിക്കുന്നത്. ഗവർണർ പദവി, രാജ്യസഭാംഗം, NCLAT-യുടെ അധിപൻ, ചാൻസലർ, CJI, ഈ നിലയിലുള്ള പോസ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു ഇലക്ഷനിൽ മാത്രമല്ല, വിവിധങ്ങളായിട്ടുള്ള ഇലക്ഷനിൽ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ഇന്ത്യയുടെ ഭരണം
പിടിക്കാനും കഴിയുന്ന വിധത്തിൽ ആ വിധിന്യായത്തെ ഉപയോഗിക്കാൻ സാധിക്കുന്നു. 2024 ഏക വിഷയം BJP ഉയർത്താൻ പോകുന്നത് രാമക്ഷേത്ര നിർമ്മാണമാണ് എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 350 സീറ്റുകൾ നേടാൻ കഴിയും എന്നുള്ള അനുമാനം ആ പാർട്ടിക്കുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, 350 എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള നിയമനിർമ്മാണം കൊണ്ടുവരാൻ സാധിക്കുന്ന വിധത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ തന്നെയും ചൂട്ടുപിടിക്കുന്ന ഒരു ജുഡീഷ്യൽ സംവിധാനം നമുക്കുണ്ടായ പോയാൽ ഇതല്ല ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള വിമർശനവും അനിവാര്യമാകുന്നില്ലേ? ജുഡീഷ്യറി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറി ഇല്ലെന്നുണ്ടെങ്കിൽ ഡെമോക്രസിക്ക് നിലനിൽപ്പില്ല. അതാ വേണ്ടത്. അതാ ജുഡീഷ്യറി അതുപോലുള്ള സ്ട്രോങ് ആയിരിക്കണം, ഒരു വളരെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, എപ്പോഴും അവരുടെ വിധിന്യായങ്ങളെന്ന് പറയുന്ന ആ രീതിയിലായിരിക്കണം. അത് ആരെയും പ്രീതിപ്പെടുത്താനോ ഒരു ആ രീതിയിൽ ഉപദ്രവിക്കാനോ ഉള്ള രീതിയിലുള്ള ഒരു തീരുമാനവും വരരുത്. നല്ലതായിരിക്കണം. ഒരാളൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചതുകൊണ്ട് അത് കഴിഞ്ഞ് ജഡ്ജിയായി കഴിഞ്ഞ് പിന്നെ നല്ലതായിട്ട് ആ ജോലി ചെയ്യുന്നില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. നല്ല അന്തസ്സുള്ള ആളുകൾ അങ്ങനെ ജോലി ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര്. അപ്പോൾ അതൊന്നും നമുക്ക് കുഴപ്പം പറയാൻ പറ്റുന്നതല്ല. പിന്നെ ഇതേപോലുള്ള, അതായത് ഇപ്പോൾ നമ്മുടെ ഗോവിന്ദൻ ശ്രീ MV ഗോവിന്ദൻ ഉപയോഗിച്ച പദപ്രയോഗം എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് കടുത്തുപോയി എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് നേരത്തെ ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ മാതിരി അത് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് അഗ്രസീവായിട്ട് സംസാരിച്ചപ്പോൾ ആ വാക്കുകൾ കടന്നുകൂടി എന്നുള്ളതേ കാണുള്ളൂ. പക്ഷേ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, അതിനകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ, ജനാധിപത്യ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്നുമില്ലെന്ന് പറയാൻ പറ്റുകയില്ല, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഈ മുഴുവനായിട്ട് RSകാരെ കുത്തി ഇതിൽ നിറയ്ക്കുന്നതൊന്നും എനിക്ക് അഭിപ്രായമില്ല. കാരണം ഞാനത് കണ്ടിട്ടില്ല. അങ്ങനെ ആരെയും എനിക്ക് പറയാനും അറിഞ്ഞൂടാ. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു ജഡ്ജിമാർ ആരെങ്കിലും ഏതെങ്കിലും ആ രീതിയിൽ ഉള്ള ഒരു പ്രവർത്തനം നടത്തുന്ന ആളുകൾ ആരെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഏതായാലും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണിത്. ഈ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് വേണം. അതെപ്പോഴും എക്സിക്യൂട്ടീവിൽ നിന്ന് അകലം പാലിച്ചിരിക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ ഈ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ജോബ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് വലിയ പ്രശ്നമാണ്. ഇത് കൊടുക്കുമ്പോൾ അത് നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. നികേഷ് ചൂണ്ടിക്കാണിച്ച പോലെ നിയമത്തിനകത്ത് എഴുതി വെക്കും, അതായത് ഒരു ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായിട്ട് റിട്ടയർ ചെയ്ത ആളായിരിക്കണം, അല്ലെങ്കിൽ ജഡ്ജിയായിട്ട് ഇരുന്ന ആളായിരിക്കണം. എന്തിന്? എനിക്കറിഞ്ഞൂടാ. നിയമപരിജ്ഞാനമുള്ള ആളുകളെ അല്ലേ നോക്കേണ്ടത്? അത് ഈ ജഡ്ജിമാർ മാത്രമാണോ നിയമപരിജ്ഞാനമുള്ളവർ? അപ്പോൾ ഇത് ലെജിസ്ലേച്ചറും കൂടെ ചേർന്നുകൊണ്ട് ചെയ്യുന്നതാണല്ലോ. ഈ നിയമം കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ഈ വകുപ്പങ്ങ് എഴുതി കയറ്റും. അപ്പോൾ പിന്നെ അത് പിടിവള്ളിയായിട്ട് അങ്ങ് കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ അതൊക്കെ അത് മാറ്റണം. ആ പോസ്റ്റിലേക്കൊന്ന് കിട്ടാൻ വേണ്ടി അത് നോക്കിയിരിക്കും. ഒഴിവ് വരുമ്പം നോക്കുമ്പോൾ അവിടെ ആ ഒഴിവ് വരാനുണ്ട്. അപ്പോൾ എനിക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതൊന്നും മിണ്ടാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ ഒക്കത്തില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പല പ്രശ്നങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ജുഡീഷ്യറി സ്ട്രോങ് ആയിരിക്കണം. രാമജന്മഭൂമിയുടെ സമാനമായ വിധത്തിൽ ഇപ്പോൾ 2024 രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനമാണ് ഉപയോഗിക്കാൻ പോകുന്നതെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലേക്കായി ഗ്യാൻവാപ്പി ഉപയോഗിക്കാം. കാരണം ഗ്യാൻവാപ്പിയുമായി ബന്ധപ്പെട്ട് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 91 പ്രകാരം 1947 ഓഗസ്റ്റ് 15 ഏത് അസ്തിത്വമാണോ ഒരു ആരാധനാലയത്തിനുണ്ടായിരുന്നത് അത് നിലനിർത്തണം എന്നുള്ള നമ്മുടെ നിയമത്തെ ലംഘിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഗ്യാൻവാബിയിൽ ASIയുടെ പരിശോധന നടത്താനുള്ള അനുമതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ എല്ലാ കാലഘട്ടത്തിലും ജുഡീഷ്യറി ആ നിലയിൽ ഉപയോഗിക്കുന്നു. രാമജന്മഭൂമി ക്ഷേത്രം പണിയും എന്നുള്ളത് BJPയുടെ അജണ്ടയിൽപ്പെട്ട കാര്യമാണ്. BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. അത് പൂർത്തീകരിക്കും. അത് വെച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെന്ന് BJP ഒരിടത്തും പറഞ്ഞിട്ടില്ല. BJPയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വികസനത്തെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നാണ്. വികസനത്തെ മുൻനിർത്തിയും ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ക്ഷേമ പരിപാടികളെ മുൻനിർത്തിയും തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആത്മവിശ്വാസം BJPക്കുണ്ട്. ആ BJPയെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് രാമക്ഷേത്രത്തെ മുൻനിർത്തി മാത്രമാണ് തിരഞ്ഞെടുപ്പിന് പോകുന്നത് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു നിഗമനമാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് മുഴുവനും അടിസ്ഥാനമില്ലാത്ത നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചർച്ച നടത്തുകയാണ്. എന്നിട്ട് അതിൽ ആശങ്കയുണ്ടെന്ന് പറയുകയാണ്. അടിസ്ഥാനമില്ലാത്ത ആശങ്കയ്ക്ക് മറുപടി പറയുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. കാരണം എങ്ങനെയാണ് അതിന് മറുപടി പറയുക? നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും അത് മനസ്സിലാവുന്നില്ല. കാരണം ഇതിനെന്താ അടിസ്ഥാനമുള്ളത്?
ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ തന്നെ പറഞ്ഞു അങ്ങനെ RSകാരെ മുഴുവൻ കുത്തി നിറച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ ഇല്ലല്ലോ. ആകെ ഇപ്പോൾ ഈ സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജ് പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടിരിക്കും. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. എനിക്ക് കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടുള്ളൊരു കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഈ കേസ് കേൾക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. കക്ഷികൾ പറഞ്ഞ ലോയേഴ്സ് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു വിരോധമില്ല, നിങ്ങൾ കേട്ടോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് ഈ അടുത്ത് നടന്നതല്ലേ. അപ്പോൾ ഇത് അങ്ങനെ കോൺഗ്രസിൽ നിന്ന് വന്നു കഴിഞ്ഞാലും CPM നിന്ന് വന്നു കഴിഞ്ഞാലും CPIക്കാർ വന്നു കഴിഞ്ഞാലും ഞാൻ ചോദിക്കട്ടെ, കേരള ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് മണികുമാർ നേരെ പോയത് എങ്ങോട്ടാണ്? കേരള ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത എത്ര ജഡ്ജിമാർക്ക് ഈ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്? നിങ്ങളെന്താ അതൊന്നും പറയാത്തത്? ജസ്റ്റിസ് സദാശിവത്തെ കേരള ഗവർണറാക്കിയത് ആരാണ്? ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളില്ലേ? അപ്പോൾ അതുകൊണ്ട് ജസ്റ്റിസ് സദാശിവത്തെ കേരള ഗവർണറാക്കിയത് ആരാണ്? എന്ത് കാരണത്താലാണ്? ജഡ്ജ് അദ്ദേഹത്തിന്റെ പ്രശ്നമാണ്. ഞാൻ ചോദിക്കുന്നത് ഇവരെല്ലാം വരുന്നുണ്ട്. അത് വേണോ വേണ്ടയോ എന്ന്. അതായത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരാൾ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായി ഇരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അങ്ങേർക്കുണ്ട്. കാരണം അതിപ്പോൾ എൻ്റെ അടുത്താണ് ഞാൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഗവർണറായി പോകാൻ പറഞ്ഞാൽ ഞാൻ പോവില്ല. ഇതെല്ലാം അല്ല നികേഷ് ഇതിൻ്റെ പ്രശ്നം അതല്ല. ഈ പദവിയിലിരിക്കുന്ന വ്യക്തിയുടെ പേഴ്സണൽ ഇൻറ്റിഗ്രിറ്റിയാണ് ക്വസ്റ്റ്യൻ. ആ പേഴ്സണൽ ഇൻറ്റിഗ്രിറ്റി ഉള്ള ഒരാളിരുന്നു കഴിഞ്ഞാൽ എൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഭരണഘടനയോടാണ്, ഞാൻ അതനുസരിച്ച് വിധിക്കുമെന്ന് പറയണം. അങ്ങനെ ചെയ്യാതിരുന്നതിന് ശേഷം അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയതുകൊണ്ട് ലഭിക്കേണ്ട പദവിയിലേക്കാണ് കേരള ഗവൺമെന്റ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. അതേസമയം ജസ്റ്റിസ് സദാശിവം അമിത്ഷായുടെ FIR റദ്ദ് ചെയ്ത് കൊടുത്ത ഗവർണറാക്കുന്ന സമയത്തും പറയാമെന്ന് നിങ്ങൾക്ക് ഗവർണറാക്കുമ്പോഴും പറയാം. അപ്പം ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ നികേഷ്, ഇത്രയും പറഞ്ഞല്ല, SNC ലാവ്ലിൻ കേസ് 36 പ്രാവശ്യം എന്ത് ചെയ്തെന്നുള്ള അതിനെ പോസ്റ്റ്പോൺ ചെയ്യുന്നത് എന്താണ് പറയണ? അത് ചെയ്തത് എന്താണ്? സുപ്രീം കോടതിയല്ലേ ചെയ്തത്? SNC ലാവ്ലിൻ കേസ് നിങ്ങൾ അതിൽ ദുരാരോപണമുണ്ടോ? നിങ്ങൾക്ക് ദുരാരോപണമുണ്ടോ? SNC ലാവ്ലിൻ കേസ് 36 പ്രാവശ്യം മാറ്റിവെച്ചു. കമാൽ പാഷ നിങ്ങളാണെങ്കിൽ മാറ്റിവെക്കുക. അത് മാറ്റുന്നു. സുപ്രീം കോടതിക്ക് പറയാമല്ലോ, this is the final day, this is the final posting, you should appear on that day എന്ന് പറഞ്ഞാൽ ചെല്ലണ്ടേ? ജസ്റ്റിസ് ചെല്ലണ്ടേ? ചെന്ന് അവിടെ ആർഗ്യൂ ചെയ്യണ്ടേ? അപ്പോൾ 36 പ്രാവശ്യം ഇത് മാറ്റിവെക്കൂ. നിങ്ങൾ ഇങ്ങനെ ഓരോന്നിനും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥാപനങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് ഭയമുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഭയത്തിൻ്റെ അടിസ്ഥാന കാരണം കൂടി പറയാൻ ബാധ്യസ്ഥരാണ്. അതിൻ്റെ തെളിവുകളില്ലാതെ ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നത് നിലവിലുള്ള സംവിധാനം ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുന്നത് ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആ ദിവസങ്ങളിലൂടെയാണ് സർ കടന്നു പോകുന്നത്. നമ്മൾ ചരിത്ര പുസ്തകത്തിലേക്കൊന്നും പോകേണ്ട, വർത്തമാന പത്രങ്ങളിൽ തന്നെ ഉണ്ടത്. അതായത് നികേഷേ, പുഴ പറ്റി നായ ഇപ്പുറത്തെത്തി എന്നെ കടിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതി ഇപ്പോഴേ കൊടയുടെ കമ്പ് ഊരി നിൽക്കേണ്ട ഒരു കാര്യമില്ല. വരുമ്പോൾ നോക്കണം. അതാണ് അതിന്റെ രീതി. നമുക്ക് രാഷ്ട്രീയക്കാരുടെ പണി ചെയ്യട്ടെ, മാധ്യമങ്ങൾ ചെയ്യാൻ കഴിയുന്ന പണിയാണ് മാത്രം. ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെ സാധിക്കൂ, അത്രേ പറ്റുള്ളൂ, അങ്ങനെ സാധിക്കൂ. വളരെ നന്ദി. അങ്ങനെ ജസ്റ്റിസ് കമാൽ പാഷ, റിട്ടയർഡ് ജഡ്ജി, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അഭിഭാഷകൻ, ഡോക്ടർ KS രാധാകൃഷ്ണൻ.